ബോധനം അത് പുനഃപ്രസിദ്ധീകരിക്കുന്നു. റഹീമത്തിരിയുടെ ഈ ലേഖനത്തിന്റെ ഈ ഭാഗം ഇതൊന്നും നിശ്ചയിക്കാൻ അവർക്ക് സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയ പാകിസ്ഥാനിൽ നടത്തുന്ന ഏറ്റവും വലിയ സമ്മേളനമാണ് നബിദിന സമ്മേളനം. എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. ദയവായി ഈ കാര്യത്തിൽ നമ്മൾ തർക്കിക്കുന്നു. മുജാഹിദിന് ഇത് പറയാൻ അവകാശമില്ല. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നബിദിന സമ്മേളനം നടത്തിയിട്ടുള്ളത് മുജാഹിദാണ്. കെ എം മൗലവി ആർക്കാ നിശ്ചയിക്കാൻ കഴിയാം? ആർക്കായി നിശ്ചയിക്കാൻ കഴിയാം? കെ എം മൗലവി എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാതെ ഒരു മുജാഹിദ് പ്രവർത്തകൻ അടുത്ത വാക്ക് പറയില്ല. അങ്ങനെയുള്ള നബിദിന സമ്മേളനം അനിസ്ലാമികമാണെങ്കിൽ ആദ്യത്തെ അനിസ്ലാമിക കാർമ്മികൻ കെ മൗലവി ആണ്. MCC മൗലവി, കെ എം മൗലവി ഇവരൊക്കെ നടത്തിയ നബിദിന സമ്മേളനങ്ങൾ കേരള ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്തത്. പിന്നെ എന്താന്ന് വിചാരിച്ചാൽ ഇടക്ക് ആരോ പറഞ്ഞ് പെട്ടുപോയി, ഇനി തിരിച്ചു വരാൻ നിർവാഹമില്ല. ചില പെണ്ണുങ്ങളുണ്ടല്ലോ ഭർത്താക്കന്മാരോട് തെറ്റിപ്പോകും. തെറ്റിയിട്ടാവട്ടെ മറ്റൊന്നൊരു കൂട്ടമില്ലാന്ന് കണ്ടാല് തിരിച്ചു വരണമെന്ന് വലിയ മോഹം ഉണ്ടാവും. ഒന്ന് വിളിച്ചാലല്ലേ തിരിച്ചു വരും. ഇങ്ങനെയുള്ള പ്രശ്നമില്ല. ഞങ്ങളെ പറയാനുള്ള എന്താണെന്നറിയോ, ഞങ്ങളിത് ആരോടും മിണ്ടൂല, നിങ്ങൾ ഈ വിഷയത്തിലും കൊണ്ടുവരി. പ്രശ്നമില്ലാത്ത കാര്യം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ആർക്കാ അറിയാത്തത്? ആരുടെ കാര്യത്തിലാണ് അവ നമ്മൾ സന്തോഷിക്കേണ്ടത്? MSM-ന്റെ സമ്മേളനം നടന്നു ഈ രണ്ടത്താണ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. എത്ര ലക്ഷങ്ങളാണ് നിങ്ങൾ അതിന് ചെലവാക്കിയത്? നിങ്ങളെ ഒരു സംഘടനയുടെ അഭിമാനത്തിന് വേണ്ടി. എങ്കിൽ ഇതാരാ ചെയ്തത്? MSM എന്ന സംഘടനയുടെ അടിസ്ഥാനം എന്താ? ഏറ്റവും വലിയ വിരാട്ട് അതല്ലേ? സംഘടനകൾ ആദ്യം ആരാ ഉണ്ടാക്കിയത്? ഹബീബ നബി വലിയ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥി എന്നാണെങ്കിൽ കുറെ എണ്ണ KNM, MSM, ISM ഇതൊക്കെ വിരാട്ടല്ലേ? മുഹമ്മദ് നബിക്ക് അങ്ങനെ വലിയ സംഘടനയുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. വിദ്യാർത്ഥി ഞങ്ങളെ തൽക്കാലം നിങ്ങൾ പഠിപ്പിക്കണം. വിദ്യാർത്ഥി ആദ്യം എന്നാണെങ്കിൽ ആദ്യത്തെ മന്ത് നിങ്ങളതല്ല. നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ നമ്മൾ മലർന്ന് കിടന്ന് കുത്തരുത്. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാരോട് വളരെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളൊക്കെ യോജിച്ച് നിൽക്കേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും പറയുന്നവരല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. വിരാട്ട് എന്നാണെങ്കിൽ കുറെ ഉണ്ടല്ലോ. നിങ്ങളെ പള്ളികളിൽ ഏത് മുജാഹിദിന്റെ പള്ളിക്കാണ് മുനാനില്ലാത്തത്? ഞങ്ങളെയാണ് വിരാട്ട് ചെയ്യാൻ നോക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് മിനാരുണ്ടായിരുന്നു. വിരാട്ടല്ലേ? സിദ്ദീഖുൽ അക്ബറിന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. മുനാരം പള്ളിക്ക് മുനാരം വെക്കൽ ഏത് സലഫിയുടെ പള്ളിക്കാ മുനാരില്ലാത്തത്? ഏത് ജമാഅത്തുകാരന്റെ പള്ളിക്കാ മുനാരില്ലാത്തത്? മുനാരം എന്ന ദീനിലെ പള്ളിയോടനുബന്ധിച്ച ഏറ്റവും വലിയ വിദഅത്ത് ഖുലഫാഉർ റാഷിദീങ്ങൾ ആരെങ്കിലും ഇത് ചെയ്തില്ല. മുനാരുണ്ടാക്കാൻ വേണ്ടി ഹബീബ റസൂലുള്ളാഹിയുടെ വഫാത്തിൽ 48 വർഷം ജീവിച്ച ആയിഷ ബീവിയുടെ കഥകൾ ഞങ്ങൾ പഠിപ്പിക്കണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയെങ്കിലും മുനാരുണ്ടാക്കാൻ വേണ്ടി ഒത്തുകൊടുത്തിരുന്നു? സിദ്ദീഖുൽ അക്ബറിന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബിന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പള്ളിക്ക് മുനാരുണ്ടായിരുന്നു. ഖിലാഫത്ത് റാഷിദയിൽ എന്നെങ്കിലും ഉണ്ടായിരുന്നു. അമവി രാജാക്കന്മാരല്ലേ അത് തുടങ്ങിയത് അക്കാലത്ത്? വളരെ നമ്മൾ ചിന്തിക്കണം. പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറായ കാര്യങ്ങൾ അതാത് സന്ദർഭത്തിൽ ചെയ്യാൻ നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. മുസാഹബിൽ ഖുർആനോടെ ലോകത്ത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ബിദഅത്ത് ഒഴിവാക്കുകയാണെങ്കിൽ ആദ്യം മുസാഹബ് ഒഴിവാക്കണ്ടേ? ആരെ നിങ്ങൾ പഠിപ്പിക്കണം? ബിദഅത്ത് ഒഴിവാക്കുകയാണെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് മുസാഹബ്. ഹബീബ റസൂലുള്ളാഹിയുടെ കാലത്ത് ബിദഅത്തുണ്ട്, ഈ ബിദഅത്തുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം. പിന്നെന്ത്? അതാണ് സമയ സന്ദർഭങ്ങളിലെ ഖൈർ മനസ്സിലാക്കി ചെയ്യാൻ അല്ലാഹു നമുക്ക് അനുവാദം നൽകിയ വലിയ ഖൈറുള്ള കാര്യമാണ്. ലോകം മുഴുവനും ഹബീബിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവനും ഹബീബിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോയിൽ കഴിഞ്ഞ കൊല്ലം വരെ നടന്ന ഏറ്റവും വലിയ ഇസ്ലാമിക റാലി നബിദിന റാലിയാണ്. നേതൃത്വം നൽകിയത് ലൂയിസ് ഫറാഖാൻ. നെറ്റിൽ നടിച്ചോക്ക് ലൂയിസ് ഫറാഖാൻ നടിച്ചോക്ക്. ചിക്കാഗോയിൽ, അമേരിക്കയിൽ ചിക്കാഗോയിൽ
ഈ കഴിഞ്ഞ കൊല്ലം അടക്കം നടന്ന ഏറ്റവും വലിയ ഇസ്ലാമിക റാലി നബിദിന റാലി. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് ചിക്കാഗോയിൽ പങ്കെടുക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് അമേരിക്കൻ ബ്ലാക്ക് മുസ്ലിംസിന്റെ നേതാവായ ലൂയിസ് ഫറാഖാണ്. അദ്ദേഹം ഭയങ്കര ഇസ്ലാമിക് സ്കോളറാണ്, ഭയങ്കര സ്പീച്ചാണ്, വലിയ ക്രെഡിറ്റാണ്. അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടവനാണ്, അത് വെറുതെ പറയുന്നത്. അതുകൊണ്ട് ഈ ജാതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നും ദയവായി മുസ്ലിം സമുദായം മാറി നിൽക്കണം. ലോകം മുഴുവനും ഹബീബിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും പുണ്യനബിയെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് നേതാവ് വേണ്ടേ? ജനങ്ങളെ അറ്റമില്ലാത്ത നങ്കൂരമില്ലാത്ത കപ്പൽ പോലെയാണ് ഇന്ന് ലോകം മുഴുവനും. പുതിയ പുതിയ ആൾദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് ആൾദൈവമല്ല, ഇത് യഥാർത്ഥ ഒരു പുണ്യ റസൂൽ, ലോകത്തിന്റെ വിമോചകനായ പുണ്യ റസൂൽ. അവസരോചിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പദവത്തകൾ അള്ളാന്റെ ഹബീബ് ഉണ്ടാക്കിയിട്ടില്ല, അവസരമായി അതിന്റെ പഠനം വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്നു. അതൊക്കെ അതൊക്കെ ജനങ്ങൾക്ക് അതാത് കാലഘട്ടത്തിന്റെ ഇസ്ലാമിക വിജയവുമായി ബന്ധപ്പെട്ടത്. എത്രയേറെ മുസ്ലിമീങ്ങൾ വരെ ഈ ഒരാഴ്ച ഹബീബിനെ കുറിച്ച് ആലോചിച്ചിരിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഈ വിനീതന്റെ സമയ സദസ്സിൽ വരെ അനവധി മുസ്ലിമീങ്ങൾ പങ്കെടുത്തു. അമുസ്ലിമീങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഈ ആഴ്ച. സൂറാനെ പറ്റി കേൾക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരാൾക്ക് മാത്രമല്ലല്ലോ ഈ ആൾ. وما أرسلناك إلا رحمة للعالمين. يا رسول وكفركم يا رسول. യഥാർത്ഥത്തില്ലാതെ വെറുതെ ഇരിക്കും. റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന വെറുതെ ഇരിക്കും. മനുഷ്യ നീ ഒന്ന് ചിന്തിക്ക്. പറയണമെങ്കിൽ ഹിദായത്ത് വേണം. ഹിദായത്ത് തൗഫീഖ്. 13 കൊല്ലമാണ് ഹബീബിന്റെ അയൽപക്കത്ത് താമസിച്ചത് അബൂലഹബ്. പക്ഷേ ഹിദായത്ത് ഉണ്ടായില്ല. കാര്യം ചെയ്യണമെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് കൊടുക്കേണ്ട അവസ്ഥ. അത് നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമല്ല. അങ്ങനൊക്കെ തൗഫീഖ് ഇല്ല, അതും വേണല്ലോ. തൗഫീഖ് വേണ്ടേ? റബ്ബ് തൗഫീഖ് തരണ്ടേ? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വലിയൊരു വാക്കയാത്ത് പഠിച്ച ആളാണ് ചേകനൂര്. പക്ഷെ 5 ഒക്കത്തെ ഒക്കെയാൾക്ക് ഷോക്കേറ്റ് ഉണ്ടായില്ല. 5 ഒക്കത്തെ പോയിട്ട് ഓരോ ഒക്കത്തെ ഒക്കെയാണ് റൂമിലുണ്ടായില്ല. മുക്കത്തുണ്ട് കേക്കോമാജി എന്നൊരാള്. അയാളെ പരയില് പുസ്തകമായി എഴുതാൻ വേണ്ടിയിട്ട് 3 ദിവസം പാർത്തിട്ട് ഒറ്റ ഒത്ത മുഖ്യത്തില ഏകനൂര് കാണും. ഇത് ചേക്കോമാജിനോട് നേരിട്ട് പറഞ്ഞാൽ ചേക്കോമാജി ഇന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേക്കോമാജി പിന്നെ ഇയാളെ എന്തിനാ 3 ഒക്കത്തെന്ന് പറഞ്ഞത്? അത് വലിയ മരമൊക്കെ മുറിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കൊമ്പിട്ട് മുറിക്കും. ആദ്യം കൊമ്പ് മുറിച്ചത് പിന്നെ സൗകര്യത്തിന് അടി മുറിക്കാൻ വേണ്ടിയാണ്. ആദ്യം 2 ഒക്കത്തെ ഒഴിവാക്കിയത്, പിന്നെ സൗകര്യത്തിന് 3 ഒക്കത്തും കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ചേക്കോമാൻ എന്നോട് പറഞ്ഞത്. ചേക്കോമാൻ്റെ പേരിൽ 3 ദിവസം പുസ്തകം എഴുതാൻ പാർക്കാൻ ആ ശേഖരൻ ഒറ്റ ഒത്തുക്കില്ല. ആരാ? വലിയൊരു വാക്യത്തെ പഠിച്ചാൽ ومن يضلل فلن تجد له وليا مرشدا. അള്ളാഹ് കൊടുക്കണം, അവർക്ക് ഇതായിട്ടുണ്ടാവും. നമുക്ക് തരട്ടെ. ലോകം മുഴുവൻ വിജയിച്ച റസൂലുള്ളാഹി പറഞ്ഞിട്ട് എന്തിനു കുട്ടി? നബിമാർക്ക് നുബുവത്ത് കിട്ടിയത് മുഹമ്മദ് നബിയെ സമ്മതിച്ചിട്ടാണ്. ഖുർആനെ കെട്ടിപ്പൂട്ടി വെക്കല്ലേ, പുറത്തിറക്കുക, പഠിക്കുക. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. سورة آل عمران 89. ഇതിനൊന്നും അനബറ വഹാബിയെ ജമാഅത്തുകാരാ, ഇതിനൊന്നും അനബറ. എന്തായി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യനയക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കായ നബിമാരെ
പ്രത്യേകമായ ഒരു ലോകത്തേക്ക് വിളിച്ചിരുന്നു. അന്നവർക്ക് നുബുവത്ത് കൊടുത്തിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യത്തിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആളുകളെ, നിങ്ങളെ ഞാൻ നബിമാരായി തെരഞ്ഞെടുക്കുകയാ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. മുഹമ്മദ് വന്നാൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഒരു ഹബീബ് സല്ലല്ലാഹു ആയ ഇമ്രാൻ ആയത്ത് നമ്പർ 81. وإذ أخذ الله ميثاق النبيين. വാചകരോട് അല്ലാഹു ഒരു ഉടമ്പടി പിടിച്ചു വാങ്ങുകയുണ്ടായി. നിങ്ങൾക്ക് ഞാൻ നൽകാം മിൻ കിതാബിൻ, ഗ്രന്ഥത്തെയും വഹിക്മത്തിൻ, നുബുവത്തിനെയും നൽകാം. പക്ഷേ നിയമമുണ്ട്. എന്താ നിയമം? നിബന്ധന എന്താ? തുമ്മജാക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും, മുസദ്ദിഖുൽ ലിമാ മഅക്കും എന്ന് ഞാൻ നൽകിയ പേര് നൽകിയ റസൂൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ, മുസദ്ദിഖുൽ ലിമാ മഅക്കും എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പേര് മുഹമ്മദ് നബിയെ പറ്റിയാണ്. ഈ പറഞ്ഞത് മുഹമ്മദ് നബിയെ പറ്റിയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധം എന്ന ഉപ്പത്തിൽ നിങ്ങൾ പറയും. എന്റെ മുതലല്ല. ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചെന്റെ ആൾ പറഞ്ഞു, ഈ പറഞ്ഞ ആൾ മുഹമ്മദ് മുസ്തഫ മുസദ്ദിഖുൽ ലിമാ മഅക്കും, എല്ലാ നബിമാരുടെയും കയ്യിലുള്ള വിജ്ഞാനത്തിന്റെ സത്തയെ വാസ്തവമാക്കിയ റസൂൽ മുഹമ്മദാണ്. മുഹമ്മദ് എവിടെ റസൂലാണ് ഖുർആനിൽ അനവധി സ്ഥലത്ത് പരിചയപ്പെടുത്തിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെ കയ്യിലുള്ള വിജ്ഞാനത്തിന്റെ സത്തയെ പ്രാവർത്തികമാക്കിയാണ്. لما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين اوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. البقرة 101. سورة البقرة 101. എന്താ പറഞ്ഞത്? لما جاءهم رسول من عند الله مصدق لما معهم. വാചകന്മാരുടെ കയ്യിലുള്ളത് വാസ്തവമാക്കിയ റസൂൽ അവരെടുത്ത് വന്നപ്പോൾ, ആരാണ് ഈ റസൂൽ? മുഹമ്മദ്. എല്ലാ നബിമാരോടും അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നുബുവത്തൊക്കെ തരാം, പക്ഷെ നിയമമുണ്ട്. മുഹമ്മദ് നബി വന്നാൽ നിങ്ങളെല്ലാവരും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിരിക്കണം. അറബി വ്യാകരണം അനുസരിച്ച് നിഷേധമില്ലാത്തിടത്ത് ശക്തിപ്പെടുത്തി പറയരുത്. ഇവിടെ ശക്തിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നിഷേധം ഉണ്ടായിട്ടല്ല, കാര്യത്തിന്റെ ഗൗരവം. നിഷേധ ക്രിയക്കാണ് ശക്തിപ്പെടുത്തി കൊണ്ടുവരാം. ഇത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നിഷേധമില്ലതാണ്. പിന്നെന്തേ? നിങ്ങൾ നിർബന്ധമായും ആ എന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്റെ ഹബീബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. അഥവാ മുഹമ്മദ് നബി വരുന്നത് വരെ മാത്രമേ നിങ്ങൾ നബിയാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഒഴിഞ്ഞുകൊടുക്കണം. പിന്നെ നിങ്ങൾ ആരും നബിയാവില്ല. ഉടനെ സസ്പെൻഷൻ ഇല്ലാവും. ഉടനെ നിങ്ങൾ ജോലി പോകും. ആ ജോലി പോയി നബി നിങ്ങൾ വീട്ടിൽ കടന്നു കാണാൻ പാടില്ല. പല തമസുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പണിക്ക് വേറെ ആൾ കഴിയാൽ പിന്നെ നമ്മൾ സമയം നടക്കും. അതുകൊണ്ടാണ് വല സംസുഖുണ്ടാവുമെന്നും കൂടി പറഞ്ഞത്. നമ്മളെ പണി മുഹമ്മദ് നബി ഏറ്റെടുത്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി വന്നാൽ പിന്നെ ഞങ്ങളാരും നബിയാവില്ല. ഏറ്റെടുത്തു. മുഹമ്മദ് നബി ആവില്ല നബി. എന്നാൽ അത് കരുതി നിങ്ങൾ വീട്ടിൽ പോയിരിക്കരുത്. മുഹമ്മദ് നബിയെ നിങ്ങളെല്ലാവരും തീർച്ചയായി സഹായിച്ചിരിക്കുകയും വേണം. അഥവാ നിങ്ങൾ അൻസാർ മുഹമ്മദിന്റെ സ്ഥാനത്ത് നിൽക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരുടെ സ്ഥാനത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അഥവാ നിങ്ങൾ നബിമാർ താൽക്കാല നബിമാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബിയുടെ കാലത്ത് മുഹമ്മദ് നബി വന്നാൽ അന്ന് ഇബ്രാഹിം നബി അല്ലാതാവുകയും ഇബ്രാഹിമും ജനതയും ഒന്നടങ്കം അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ കബ്ബറ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹിന്ദു ജനങ്ങൾക്കും ബാധകമാണ്. ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്.
ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ പ്രവാചകന്മാർ വരാതിരിക്കും? പക്ഷേ ഇപ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും പ്രവാചകൻ മുഹമ്മദ്. ഹിന്ദുക്കൾ പ്രവാചകന്മാർ വരാതിരിക്കില്ല, ഇന്ത്യ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. وما كنا معذبين حتى نبعث رسولا. പ്രവാചകനില്ലാത്ത ജനതക്ക് ശിക്ഷയില്ലല്ലോ.